ഗോവധവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് കേട്ടോ. മുസൽമാന്മാർ ഭക്ഷിക്കാതിരിക്കാനാണ് ഗോമാംസം നിരോധിക്കുന്നതെങ്കിൽ കുഞ്ഞിക്കണ്ണൂരിന് ഒറ്റ ചോദ്യം. ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യ്, ക്യൂബ ആര് ഭരിക്കുന്നതാ? ക്യൂബയിൽ ഒരു പശുവിനെ അറുത്താൽ എന്താണ് കുഞ്ഞിക്കണ്ണ ശിക്ഷ? 4 to 6 years of imprisonment. വിശ്വാസത്തിന്റെ പേരിലാണ് ഇന്ത്യയിൽ പശുവിനെ കൊല്ലാൻ പാടില്ല എന്ന നിലപാട് സംഘപരിവാറുകാർ സ്വീകരിക്കുന്നത്. എന്നാൽ സംശയമുള്ളവർക്ക് അത് ജമിനിയോടൊന്ന് ചോദിച്ചു നോക്കാം. ഇന്ത്യയിൽ ഗോവധം നിരോധിക്കാനുള്ള കാരണം എന്താണ് ജമിനി? ഇന്ത്യയിൽ ഗോവധം നിരോധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. മതപരമായ പ്രാധാന്യം. പശുക്കളെ ഹൈന്ദവ മതത്തിൽ പവിത്രമായി കണക്കാക്കുന്നു. അവയെ ദൈവതുല്യമായി ആരാധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഗോവധം മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ പ്രധാന കാരണം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് മതപരമായ കാരണമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ക്യൂബയിൽ ഇത് നിരോധിക്കാനുള്ള കാരണം ഇതാണോ? ക്യൂബയിലെ കാര്യം നമുക്ക് ഈ ജമിനിയോട് തന്നെ ചോദിക്കാം. ക്യൂബയിൽ ഗോവധം നിരോധിക്കാൻ കാരണം എന്താണ്? ക്യൂബയിൽ ഗോവധം നിരോധിക്കാനുള്ള കാരണങ്ങൾ ഇന്ത്യയിലേതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രധാനമായും സാമ്പത്തികവും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് ക്യൂബയിൽ ഇതിനുള്ളത്. കന്നുകാലി ക്ഷാമം. 1963 ഹരിക്കെയിൻ ഫ്ലോറ രാജ്യത്തെ കന്നുകാലി സമ്പത്തിന്റെ 20% നശിപ്പിച്ചതിനെ തുടർന്ന് ക്യൂബയിൽ ഗോവധം നിയമവിരുദ്ധമാക്കി. കാലക്രമേണ ഇത് കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചു. രാജ്യത്ത് കന്നുകാലികളുടെ എണ്ണം കുറഞ്ഞതും പാലുത്പാദനം ഗണ്യമായി ഇടിഞ്ഞതുമാണ് ഇതിന് പ്രധാന കാരണം. ഭക്ഷ്യസുരക്ഷ. കന്നുകാലികളെ സംരക്ഷിക്കുന്നതിലൂടെ പാലുത്പാദനം വർദ്ധിപ്പിക്കാനും അതുവഴി രാജ്യത്തെ ഞാനത് മൊത്തം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെയാണ് ഇന്ത്യയിലെ ഗോവധവുമായിട്ട് ക്യൂബയിലെ ഗോവധത്തെ സമീകരിക്കാൻ ഈ സംഘപരിവാറുകാരൻ ശ്രമിക്കുന്നത്.